നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈശ്വരാനുഗ്രഹത്തോടെ നാളത്തെ പുണ്യ ദിവസത്തിലേക്ക് നമുക്ക് കടക്കാം. നാളെ ഏപ്രിൽ മാസം 13-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസം. ജ്യോതിഷപ്രകാരം നാളത്തെ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ്. കാരണം നാളെ രൂപപ്പെടുന്നത് സിദ്ധയോഗമാണ്. അറിയാമല്ലോ, സിദ്ധയോഗത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഗുണകരമായ ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. തടസ്സങ്ങളൊക്കെ മാറി പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് ഫലസിദ്ധി ഉണ്ടാകുന്ന ദിവസം കൂടിയാണ് നാളെ എന്നതാണ് വിശ്വാസം. അപ്പോൾ ഈ സിദ്ധയോഗത്തിൻ്റെ പൂർണ്ണ അനുഗ്രഹം എല്ലാ നക്ഷത്രക്കാർക്കും വന്നു ചേരുകയില്ല. 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലായിരിക്കും നാളത്തെ ദിവസം ശുഭകരമായ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാരൊക്കെയാണ്, ഇതിൽ നിങ്ങളുടെ നക്ഷത്രമോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നക്ഷത്രമോ ഉണ്ടോ എന്നതൊക്കെ അറിയാൻ ചാനൽ പൂർണ്ണമായി കാണുക. അവസാനം ഈ നക്ഷത്രക്കാർ ജപിക്കേണ്ട ചില മന്ത്രങ്ങൾ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാളെ ഏപ്രിൽ 13-ാം തീയതി തിങ്കളാഴ്ച 8 നക്ഷത്രക്കാർക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നു ഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. മകം, പൂരം, ഉത്രം, ചിങ്ങം രാശിക്കാർക്ക് നാളത്തെ ദിവസം സൗഭാഗ്യ ദിവസമായിരിക്കും. അപ്രതീക്ഷിത വഴികളിലൂടെ ധനവരവ് ഉണ്ടാകും. മുടങ്ങിക്കിടന്നതായ പണമൊക്കെ തിരികെ കിട്ടും, അല്ലെങ്കിൽ പുതിയ വരുമാന മാർഗം തെളിയും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്ന ദിവസമാണ്. കടബാധ്യതകൾ കൊണ്ട് നട്ടം തിരിഞ്ഞ അല്ലെങ്കിൽ ഉറക്കം പോലും കിട്ടാതെ വലഞ്ഞ ആളുകൾക്ക് നാളത്തെ ദിവസം വലിയൊരു ആശ്വാസം വന്നു ചേരുന്നതാണ്. പണയം വെച്ചിട്ട് സ്വർണ്ണം അത് തിരികെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിഷമിച്ചിരുന്ന ആളുകൾക്ക് നാളത്തെ ദിവസം ചില സഹായ ഹസ്തങ്ങൾ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് തുകയായിട്ടാകാം, അല്ലെങ്കിൽ ചില ആശ്വാസ വാക്കുകളോ ചില സഹായങ്ങളോ ഒക്കെ നാളത്തെ ദിവസം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. ജോലി സ്ഥലത്ത് നിലനിന്നിരുന്ന പിരിമുറുക്കങ്ങളൊക്കെ നാളത്തെ ദിവസം മാറുന്നതാണ്. മുടങ്ങിക്കിടന്ന ശമ്പളം അല്ലെങ്കിൽ ബോണസ് ഇതൊക്കെ ലഭിക്കാനും, പുതിയ ജോലി അന്വേഷിക്കുന്നവർക്കാണെങ്കിൽ നാളത്തെ ദിവസം അതുമായി ബന്ധപ്പെട്ട ശുഭവാർത്ത കേൾക്കാൻ സാധ്യതയും കൂടുതലായിട്ടുണ്ട്. മനസ്സിനെയും ശരീരത്തെയും അലട്ടിയിരുന്നതായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും നാളത്തെ ദിവസം ശമനമുണ്ടാകുന്നതാണ്. ഒരു പൊതുവെ നോക്കിയാൽ നാളത്തെ ദിവസം ഉന്മേഷം, ഊർജം ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. രാവിലെ തന്നെ കുളിച്ച് ശുദ്ധിയായിട്ട് കിഴക്ക് ദർശനമായി നിന്ന് 9 തവണ ഓം നമഃശിവായ ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ഭഗവാൻ സൂര്യനെ കൂടി നാളത്തെ ദിവസം പ്രാർത്ഥിച്ച് ദിനം തുടങ്ങുകയാണെങ്കിൽ വളരെയധികം ശുഭകരമായ അല്ലെങ്കിൽ അതിവിശേഷമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. കാർത്തിക, രോഹിണി, മകയിരം, ഇടവം രാശിക്കാരുടെ കാര്യത്തിലേക്ക് വന്നാലും സിദ്ധയോഗം നാളത്തെ ദിവസം ജീവിതത്തിലെ തടസ്സങ്ങളെയൊക്കെ എടുത്തു മാറ്റുന്നതാണ്. വർഷങ്ങളായി മുടങ്ങിക്കിടന്ന വിവാഹകാര്യങ്ങൾക്ക് പോലും നാളത്തെ ദിവസം അനുകൂലമായ നീക്കമുണ്ടാകും. ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരുടെ ഭാഗത്ത് നിന്നായിരിക്കും ചില സഹായങ്ങൾ ഉണ്ടാകാനും, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നിലകളിൽ നിന്നുള്ള വിവാഹ ആലോചനകൾ അല്ല ആ ഒരു വലിയ നിലയിലേക്കൊന്നും നമുക്ക് അയക്കാൻ സാധിക്കില്ല എന്ന് വിഷമിച്ചിരുന്നാൽ പോലും നല്ല രീതിയിലുള്ള വിവാഹ ആലോചനകളൊക്കെ വരികയും, പ്രണയിക്കുന്ന ആളുകളാണെങ്കിൽ മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള യോഗവും ഒക്കെ നാളത്തെ ദിവസം ശുഭകരമായി തന്നെ കാണുന്നുണ്ട്. നിങ്ങളുടെ തകർച്ച കാണാനായിട്ട് ചില ശത്രുക്കൾ ഉണ്ട്. അപ്പോൾ ശത്രുദോഷങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ തല ഉയർത്തി നിന്നിരുന്ന സമയം കഴിഞ്ഞു. നാളത്തെ ദിവസം അതൊക്കെ മാറാൻ പോകുന്ന സമയമാണ് തുടങ്ങുന്നത്. നിങ്ങളെക്കുറിച്ച് പല അപവാദങ്ങളും പറഞ്ഞു നടന്നവരുണ്ട്. അവരുടെ വായടപ്പിക്കുന്ന ഒരു സമയം കൂടിയാണ്. കോടതി വ്യവഹാരങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനും അനുകൂലമായ വിധി വരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ഇനി ഉപരിപഠനത്തിന് സാമ്പത്തിക തടസ്സം ഉണ്ടായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നാളത്തെ ദിവസം ചില സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ബന്ധുക്കൾ നിമിത്തം അല്ലെങ്കിൽ ചില രാഷ്ട്രീയ പ്രവർത്തകർ നിമിത്തമുള്ള സഹായങ്ങളൊക്കെ ലഭിക്കാനും, പഠനകാര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, ആശങ്കകളൊക്കെ മാറാനും, അത് മാതാപിതാക്കൾക്കാണെങ്കിലും തങ്ങളുടെ മക്കളെ ഓർത്തുള്ള ആശങ്കകളൊക്കെ മാറാനും, ആശ്വാസവാക്കുകൾ ശ്രവിക്കാനും നാളത്തെ ദിവസം ഭാഗ്യമുണ്ടാകും. കാരണമില്ലാതെ അലട്ടിയിരുന്നതായ മനോവിഷമം, മനസ്സിൻ്റെ വ്യതകൾ, ഉറക്കമില്ലായ്മ ഇവയെല്ലാം നാളത്തെ ദിവസം മുതൽ മാറി പുതിയ ഒരു ഉണർവ് ആരംഭിക്കുന്നതാണ്. കുടുംബത്തിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ സമാധാനം തിരികെ വരുന്ന ദിവസം കൂടിയായിരിക്കും നാളെ. അപ്പോൾ നാളെ രാവിലെ ഭഗവാൻ മഹാദേവനെ, അതേപോലെ പാർവതി സമേതനായിട്ടുള്ള മഹാദേവനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ അടുത്ത് ശിവക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ദർശനം നടത്തുന്നത് ഉത്തമമായിരിക്കും. വെള്ള വസ്ത്രം ധരിക്കുന്നത് ഏറ്റവും നാളത്തെ ദിവസം ശുഭകരമാണ്. അപ്പോൾ പൂർണ്ണമായ വെള്ള വസ്ത്രം ധരിക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ കയ്യിലൊരു വെള്ള തൂവാലയായാലും കരുതിയാൽ മതി. നാളത്തെ ദിവസം വെള്ള നിറം നിങ്ങൾക്ക് വളരെയേറെ ശുഭകരമായ ഫലത്തെയായിരിക്കും പ്രദാനം ചെയ്യുന്നത്. ഇനി ഉത്രം, അത്തം, ചിത്തിര കന്നിരാശിക്കാർക്ക് നാളത്തെ ദിവസം സ്വപ്ന സാഫല്യത്തിൻ്റെ കാലം തുടങ്ങുകയാണ്. അതായത് വീടെന്നത് ഒരു സ്വപ്നം, ഒരു ബാലികേറാമലയായി നിൽക്കുകയാണ്. പകുതി പണി വരെ ആയി കിടക്കുകയാണ്, പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല.
പാതി വഴിയിൽ മുടങ്ങിക്കിടക്കുന്ന ജോലി പോലും നാളത്തെ ദിവസം പെട്ടെന്ന് നടന്നു കിട്ടാനുള്ള അല്ലെങ്കിൽ ഒരു വീണ്ടും പുനരാരംഭിക്കുവാനുള്ള സാധ്യതയൊക്കെ വരും. സ്ഥലപ്രശ്നമോ അല്ലെങ്കിൽ നിയമപരമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അതൊക്കെ സിദ്ധയോഗത്തിൻ്റെ ഫലം കൊണ്ട് അകന്നു പോകുന്നതാണ്. ഗൃഹനിർമ്മാണം പാതി വഴിയിൽ നിന്നുപോയവർക്ക് വരെ അത് പൂർത്തീകരിക്കാനുള്ള സാഹചര്യം നാളെ മുതൽ ഒത്തുവരുന്നതാണ്. കച്ചവടക്കാർക്കാണെങ്കിൽ ഇതുവരെ കിട്ടാത്ത തരത്തിലുള്ള ലാഭം നാളത്തെ ദിവസം മുതൽ പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ ഓർഡറുകളൊക്കെ വരാനും ബിസിനസ് സംരംഭത്തിലുള്ള പുതിയ അവസരങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്താനും കടങ്ങളൊക്കെ കൊടുത്തു തീർക്കാനൊക്കെ സാധിക്കുന്ന അവസ്ഥയിലേക്ക് ലെവലിലേക്ക് ഉയരാനും കഴിയും. ജോലിയുമായി ബന്ധപ്പെട്ടോ വിദേശയാത്രയ്ക്കോ അല്ലെങ്കിൽ പരീക്ഷ കാര്യങ്ങൾക്കുമൊക്കെ വളരെയധികം അതീവ ശുഭകരമായ സമയവും ദിനങ്ങളുമാണ്. അതേപോലെ തന്നെ വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം നാളത്തെ ദിവസം സാധിക്കുവാനോ അല്ലെങ്കിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട ശുഭവാർത്തകൾ കേൾക്കാനോ ഉള്ള സാധ്യതയൊക്കെ നാളെ കാണുന്നുണ്ട്. പുതിയ എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനോ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടാനും പുതിയൊരു വാഹനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താനോ തുടങ്ങി പലവിധ കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം അനുയോജ്യമാണ്. കാരണം സിദ്ധയോഗം എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും അത് ശുഭകരമായി അവസാനിപ്പിക്കുന്നതിന് നാളത്തെ ദിവസം സഹായിക്കുമ്പോൾ പരാജയമില്ലാതെ ശുഭകരമായ ഒരു ഫലത്തെ നൽകുന്ന യോഗം കൂടിയാണ് സിദ്ധയോഗം. അപ്പോൾ നാളത്തെ ദിവസം ഗണപതി പ്രീതിയാണ് നിങ്ങൾ വരുത്തേണ്ടത്. ഓം ഗം ഗണപതിയെ നമഃ എന്നൊരു 12 തവണ ജപിക്കുന്നത് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാനായിട്ട് നിങ്ങളെ വളരെയേറെ സഹായിക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നാളെ ഏപ്രിൽ മാസം 13-ാം തീയതിയാണ് തിങ്കളാഴ്ച. ഇവിടെ നാളത്തെ ദിവസം സിദ്ധയോഗമാണ് രൂപം കൊള്ളുന്നത്. ഇത് 8 നക്ഷത്രക്കാർക്ക് വളരെയധികം ഈശ്വരാനുഗ്രഹത്തെ പ്രദാനം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിലവിലുള്ള സകലവിധ ദുഃഖങ്ങളും മാറി സന്തോഷവും സമാധാനവും ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നതാണ് ഈ സിദ്ധയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 9 നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഇത് വളരെയധികം ശുഭകരമായ ഫലത്തെ ആയിരിക്കും പ്രദാനം ചെയ്യുന്നത്. നാളത്തെ ദിവസം എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ടും ഈ 9 നക്ഷത്രക്കാരിൽ ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ മുന്നും പിന്നും ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം നാളത്തെ ദിവസം തുടങ്ങുന്ന കാര്യം ശുഭപര്യവസായി, അതായത് ശുഭകരമായി തന്നെ അവസാനിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ നാളത്തെ ദിവസം ഈ പറഞ്ഞതുപോലെയുള്ള പ്രാർത്ഥനകളോടുകൂടി ധൈര്യമായി മുന്നോട്ട് പോവുക. വളരെയധികം ഐശ്വര്യമാണ്, നേട്ടമാണ്, ഭാഗ്യമാണ്.